BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ട് കുറേ നാളുകളായി, പല തെരഞ്ഞെടുപ്പുകളായി. പക്ഷേ ഇത്തവണ അരയും തലയും മുറുക്കി BJP കളത്തിലിറങ്ങുമ്പോൾ എന്തൊക്കെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികളിലെല്ലാം അത്തരം നീക്കങ്ങൾ പ്രകടമായിരുന്നു. വീണ്ടും അദ്ദേഹം എത്തുമ്പോൾ തൃശ്ശൂരിലും എറണാകുളത്തും കണ്ട ആ പരിപാടികൾക്ക് ശേഷം തലസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി വരും. തലസ്ഥാനം എന്നുള്ളത് വാക്ക് എടുത്തു പറയണം എന്ന് തോന്നുന്നു സജിത്ത്. പ്രധാനമായിട്ടും ആരായിരിക്കും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിനകത്ത് സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ ഒരു വശത്ത് വരുന്നു. പല രീതിയിലുള്ള വ്യൂഹങ്ങൾ വരുന്നു. അതായത് ഈ ഊഹങ്ങളെല്ലാം നിൽക്കുമ്പോൾ കൃത്യമായ ഒരു ചിത്രവും ഇല്ലാത്ത സമയത്ത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ വരിക, അദ്ദേഹം അത് വേദിയിൽ അപർണ, ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപക്ഷെ നാളെ ആ വേദിയിൽ തിരുവനന്തപുരം സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഉണ്ടായേക്കാം. അവരെ കൊണ്ടുവന്നൊരു സസ്പെൻസും ഒരു വലിയ പ്രഖ്യാപനത്തിനുള്ള സാധ്യതയും നാളെ അതാരായിരിക്കും? അതായത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തൊട്ട് ചലച്ചിത്ര താരം ശോഭന തൊട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൽ എത്തി നിൽക്കുന്ന ഒരു ചർച്ചയാണ്. പക്ഷേ അപ്പോഴും ഇതൊന്നും കൺഫേം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. സംസ്ഥാന നേതൃത്വം പറയുന്ന നിലപാടുകൾ അതൊരു പക്ഷേ അതിനോട് ചേർന്ന് വരുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടി. ഇതിനിടെ ഒരു കാര്യം കൂടി നാളെ നടക്കുന്നുണ്ട്. നാളെ PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി BJP-യിൽ ഔദ്യോഗികമായി ലയിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നാളെ ഈ വേദിയിലെല്ലാം PC ജോർജിന്റെ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന ശ്രദ്ധേയമായ കാര്യമുണ്ട്. VV വിനോദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. വിനോദ്, ഈ BJP-യുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ നിർണായകമാവുകയാണ് നാളത്തെ ദിവസം. പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു. പ്രധാനമന്ത്രിയുടെ എല്ലാ കേരള സന്ദർശന പരിപാടികളിലും ചില രാഷ്ട്രീയ ദൗത്യം ഉണ്ടാവാറുണ്ട്. നാളെയും നമ്മളത് പ്രതീക്ഷിക്കണം. എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? പദയാത്രയുടെ സമാപനത്തിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എന്തൊക്കെ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം വിനോദ്? അപർണ, നാളെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ BJP-യുടെ തിരഞ്ഞെടുപ്പ് കാഹളമായി അത് മാറും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള തുടക്കമായി അത് മാറും. നമുക്കറിയാം, തൃശ്ശൂരിൽ അടുപ്പിച്ചടുപ്പിച്ച് പ്രധാനമന്ത്രി വന്നിരുന്നു, എറണാകുളത്ത് റോഡ് ഷോ നടത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കമായി തന്നെ കരുതിയിരുന്നെങ്കിലും നാളെ പൊതുസമ്മേളനമാണ്. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്, ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. നമുക്കറിയാം, സൈത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് BJP തയ്യാറെടുക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അസംബ്ലിയിലേക്ക് ഒരംഗത്തെ അയക്കാൻ കഴിഞ്ഞെങ്കിലും ഇതുവരെ പാർലമെൻറ്റിലേക്ക് BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരവും തൃശ്ശൂരുമടക്കം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് നിമിഷവും വരാം എന്നത് കണക്കുകൂട്ടി തന്നെയാണ് LDF UDF മുന്നണികൾ പോകുന്നത്. അവർ അവരുടെ സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ ഏറെക്കുറെ തീരുമാനിച്ച് ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. BJP-യെ സംബന്ധിച്ചും ഒരുപക്ഷെ സസ്പെൻസ് അത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ അവർ നിലനിർത്തുന്നത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അധികം ഇവിടുത്തെ ഘടകം BJP സംസ്ഥാന ഘടകം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. അവിടെയാണ് ഈ പറഞ്ഞ പേരുകളൊക്കെയും. ഇപ്പോൾ നമുക്കൊപ്പം BJP-യുടെ മീഡിയ കൺവീനർ സുവർണനുണ്ട്. നാളത്തെ പരിപാടി എങ്ങനെയാണ്, എത്ര ആളുകളെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? നാളത്തെ പരിപാടി സാധാരണ ഒരു പാർട്ടി പരിപാടിക്കൊക്കെ ഉപരിയായി ഒരു വലിയ സമ്മേളനം, അതായത് BJP-ക്കാർ മാത്രമല്ല BJP-ക്ക് പുറത്തുള്ള ഒരു ജനവിഭാഗം, അതായത് കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായ ഒരു ആയിരക്കണക്കിന് പേർ പങ്കെടുക്കും. പിന്നീട് BJP-യിൽ ചേരാനുള്ള ഒരു 1000-ഓളം പേർ പങ്കെടുക്കും. അതായത് ഒരു വലിയ പരിപാടി, ഒരു സാധാരണ BJP പരിപാടികൾക്ക് ഉപരിയായി ഒരു വലിയ ജനങ്ങളുടെ ഒരു വലിയ സമ്മേളനമായിരിക്കും. PC ജോർജിന്റെ പാർട്ടി നാളെ ലയിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കുമോ അതിന്റെ നടപടികൾ? അത് PC ജോർജിന്റെ പാർട്ടി ലയിക്കുന്നതിനെ പറ്റി അറിയില്ല. പക്ഷേ 1000-ഓളം പുതിയ ആളുകൾ നാളെ BJP-യിൽ ചേരും. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടാവും, അതേപോലെ സംസ്ഥാനത്തെ പ്രഭാരി ഉണ്ടാവും, വിവിധ നേതാക്കന്മാരുണ്ടാവും. ഇത്തരക്കാരുടെ സാന്നിധ്യത്തിൽ ഒരു 1000-ഓളം പുതിയ ആളുകൾ BJP-യിലേക്ക് ചേരും. അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായിരിക്കും, അത് വ്യത്യസ്ത മേഖലയിൽ നിന്നായിരിക്കും. അതുതന്നെയാണ് ഈ പരിപാടിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഒരു 50,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഉജ്ജ്വലമായ സമ്മേളനമായിരിക്കും. പിന്നെ BJP-യെ സംബന്ധിച്ചിടത്തോളം NDA-യുടെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആദ്യഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ NDA-യുടെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് പ്രധാനമന്ത്രി നാളെ ഇവിടെ എത്തുന്നത്. ആദ്യഘട്ട പ്രചരണം പ്രധാനമന്ത്രി തന്നെ കേരളത്തിലെത്തി നിർവഹിച്ചിരുന്നു. ഇപ്പം 2ാം ഘട്ട പ്രചരണമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ അങ്ങനെയാണോ? സസ്പെൻസ് ഒക്കെ നിലനിർത്തുന്നുണ്ട്.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും NDA അവതരിപ്പിക്കുക. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, കേരളത്തിന് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ. അതുമാത്രമല്ല, കേന്ദ്രത്തിൽ 3ാം വട്ടവും മോദി സർക്കാർ ഉറപ്പായിരിക്കുകയാണ്. മോദിയുടെ സീറ്റ് 400 ആണോ, 400-ൽ കൂടുമോ എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കേന്ദ്ര ഭരണത്തിൽ, മോദി സർക്കാരിന്റെ ഭരണത്തിൽ പങ്കാളികളാകാൻ മലയാളികളോട് NDA അഭ്യർത്ഥിക്കുന്ന ഒരു മീറ്റിംഗ് കൂടിയായിരിക്കും. അതായത് BJP തലസ്ഥാനത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനം, പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പ്രചാരണത്തിന്, BJPയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്നെ എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഈ സമയത്ത് നടത്താവുന്നതാണ്. ആ രീതിയിലുള്ള ചിത്രമാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ വരാം. അതിനു മുൻപ് ട്രെൻഡ്സിലൊരു ഇടവേളയുണ്ട്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ഇടവേളയ്ക്ക് ശേഷം സ്വർണം വെള്ളി നിരക്കുകൾ കാണാം.